നമസ്കാരം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കവേ ലോക കേരള സഭയ്ക്കായി 2 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജൂൺ 13 മുതൽ 15 വരെ നടക്കുന്ന 4ാമത് ലോക കേരള സഭയ്ക്ക് വേണ്ടി തുക അനുവദിച്ചിരിക്കുന്നു. 351 അംഗങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് റിപ്പോർട്ട്. നിയമസഭാ മന്ദിരത്തിലായിരിക്കും ലോക കേരള സഭ നടത്തുക. ഭക്ഷണത്തിന് 10 ലക്ഷവും താമസത്തിന് 25 ലക്ഷവും അനുവദിച്ചെന്നാണ് റിപ്പോർട്ട്. വേദിയും വഴികളും അലങ്കരിക്കാൻ 35 ലക്ഷം, എയർ ടിക്കറ്റിന് 5 ലക്ഷം, പബ്ലിസിറ്റിക്ക് 5 ലക്ഷം, മറ്റാവശ്യങ്ങൾക്ക് 20 ലക്ഷം എന്നിങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ലോക കേരള സഭയുടെ മീറ്റിംഗിന് വേണ്ടി മാത്രം 1 കോടി രൂപ അനുവദിച്ചെന്നാണ് റിപ്പോർട്ട്. ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 15 ലക്ഷം ഓഫീസ് ചെലവുകൾക്കാണ്. ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ വേണ്ടി 50 ലക്ഷം എന്നിങ്ങനെ വേറെയും അനുവദിച്ചു. ഇതിൽ പബ്ലിസിറ്റിക്ക് മാത്രം 15 ലക്ഷം അനുവദിച്ചിരിക്കുന്നു. ബജറ്റിൽ ലോക കേരള സഭയ്ക്കായി വകയിരുത്തിയിരിക്കുന്ന 2 കോടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ചെലവ് ഇനിയും കോടികൾ ഉയരുമെന്നാണ് കണക്ക്. ബില്ലുകൾ വരുന്ന മുറയ്ക്ക് ധനവകുപ്പ് അധിക ഫണ്ട് അനുവദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ലോക കേരള സഭ കഴിഞ്ഞാൽ 2 മേഖലാ സമ്മേളനം കൂടെ വിദേശത്ത് നടത്താനുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും വിദേശത്ത് നടത്തുന്ന മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം സർക്കാർ തന്നെ നൽകുകയും ചെയ്യും. 3 ലോക കേരള സഭ നടന്നുവെങ്കിലും പ്രവാസികൾക്ക് സഭ കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും 2 കോടി മുടക്കി വീണ്ടും പരിപാടി നടത്തുന്നത്. 2 വർഷം കൂടുമ്പോൾ മുറ തെറ്റാതെ നടക്കുന്ന ആചാരമായി ലോക കേരള സഭയെ മാറ്റുകയാണ് ഇടതു സർക്കാർ. മേഖലാ സമ്മേളനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും ജനങ്ങളുടെ നികുതി പണത്തിൽ സഞ്ചരിക്കുന്ന ഉല്ലാസയാത്രയെ ലോക കേരള സഭയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ഒരു ഭാഗത്ത് കോടികൾ കൊണ്ട് സർക്കാർ അമ്മാനമാടുമ്പോൾ മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ സാധാരണക്കാരെയും ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ ഒരേപോലെ പെടാപ്പാടുപെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള വിരോധാഭാസം. ശമ്പളം മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ലക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ തടഞ്ഞു വെച്ചതെന്ന് ഓർക്കണം. 21% DA കുടിശ്ശിക ഇനിയും കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം DA കുടിശ്ശിക നൽകാത്തത് മൂലം സർക്കാർ ജീവനക്കാർക്ക് 1.09 ലക്ഷം മുതൽ 6.56 ലക്ഷം വരെയുള്ള തുക നഷ്ടപ്പെടുമെന്ന് ചുരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 21% DA കുടിശ്ശികയിൽ 2% കുടിശ്ശിക മാത്രം നൽകാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ പോലും ആ തുക പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതിന് സാധിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണ് സർക്കാർ പറഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട 39 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ സർക്കാർ നൽകാനുണ്ട്. അതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് മാത്രവുമല്ല, കടത്തിന്റെ അങ്ങേ തലത്തിൽ എത്തി നിൽക്കുകയാണ് ഇടതു സർക്കാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2016 കേരളത്തിന്റെ കടബാധ്യത 1.62 ലക്ഷം കോടിയിൽ നിന്ന് ഇപ്പോൾ അത് 2024 ആയപ്പോൾ 4.29 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി നടത്തുന്ന ദൂർത്തിന്റെ തിക്തഫലങ്ങളാണ് ഇതെല്ലാം. കടുത്ത കടബാധ്യതയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ സർക്കാർ വീണ്ടും 2 കോടി രൂപ ഖജനാവിൽ നിന്ന് മുടക്കിക്കൊണ്ട് ആർഭാട പരിപാടിയായ ലോക കേരള സഭ നടത്താൻ പോകുന്നു എന്നാണ് വിവരം.